വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ്. നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. നിങ്ങളിതിൽ മൃഗങ്ങളുടെ ഒച്ച അല്ലെങ്കിൽ വീടുകളിൽ പണി നടക്കുന്നതിൻ്റെ ശബ്ദം, എല്ലാത്തരം ശബ്ദങ്ങളും ഇതിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സാമാന്യം, പക്ഷേ അതുണ്ടാവും. അതൊരു BGM ആയിട്ട് കണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണണേ. സോ ഞാൻ ഇന്ന് ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമ കണ്ടായിരുന്നു. പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ പറയാം. ലിറ്റിൽ ഹാർട്സ് പറഞ്ഞ സിനിമ ഞാനിന്ന് കണ്ടിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്കത് പെർസ്പെക്റ്റീവ് എന്നോ ഒപ്പീനിയൻ എന്നോ റിവ്യൂ എന്നോ എക്സ്പീരിയൻസ് എങ്ങനെയാണോ പറയാം, അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ സിനിമയുടെ ക്രൂവിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അതിൻ്റെ സ്റ്റോറി ഡയറക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ബീട്രീസ് അപ്പോളും ആൻഡ്രൂ ജോസ് പെരേരയും ചേർന്നാണ്. തിരക്കഥ രാജേഷ് പിന്നാടൻ, DOP ലൂക്ക് ജോസ്, എഡിറ്റർ നഫർ അബ്ദുള്ള, മ്യൂസിക് കൈലാസ് മേനോൻ. ഇതിൽ നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. നല്ല സ്റ്റാർ കാസ്റ്റ് ഇൻ എ സെൻസ് അവർ കൊടുത്തിരിക്കുന്ന കഥാപാത്രം, ഇതിലെ ആർട്ടിസ്റ്റുകൾ വളരെ നന്നായിട്ട് നമുക്കതൊരു നാച്ചുറലി അത് കാണുമ്പോൾ വളരെ ഒരു പ്ലീസിങ് ആയിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ നല്ലൊരു സാർക്കാസം പറഞ്ഞത്. അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ, ഷൈൻ ടോം ചാക്കോ, ബാബ്രാജ്, രമ്യ സുവി, ജാഫർ ഇടുക്കി, രഞ്ജി പണിക്കർ, മാല പാർവതി, പാർവതി ബാബു, ഹൈമ റോസ്മിനി, അങ്ങനെ പോവാണ് എൻ്റെ സ്റ്റാർകാസ്റ്റ്. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ എന്ത് പറയാം, വലിയ ഹൃദയമുള്ള ചെറിയ മനുഷ്യരുടെ കഥ, അതാണ് ഈ സിനിമ. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഷെയ്ൻ സ്ഥിരം ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായാണ് അദ്ദേഹം സിബി അഥവാ സിമ്പിൾ സിബിയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് അങ്ങനെ ഒരു നമ്മളിൽ പലരും പല റിസംബ്ലൻസ് ഉണ്ടാവും ഈ കഥാപാത്രമായിട്ടൊക്കെ. പിന്നെ മഹിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹിമ 3 മലയാള സിനിമകളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 സിനിമകളും, അതായത് ഇപ്പോൾ RDX, ജയ് ഗണേശ്, ലിറ്റിൽ ഹാർട്സ്, 3 കഥാപാത്രം വളരെ നന്നായി ചെയ്യാൻ മഹിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ബാബുരാജ്, അദ്ദേഹത്തെ ജോലി എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിലെയോ ആർട്ടിസ്റ്റിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കഥാപാത്രത്തിലൂടെ ബേബിയായിട്ട്, ആ കഥാപാത്രത്തിൻ്റെ പേരാണ്ടോ. സോ വളരെ നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നു. അദ്ദേഹം വളരെ നന്നായി കോമഡി ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഒരു റൊമാൻറ്റിക് സൈഡും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഇതിലെ കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രമ്യയും വളരെ നന്നായി ചെയ്തു. ജാഫർ ഇടുക്കി, ഷൈൻ ടോം ചാക്കോ, ഇവർക്ക് ബ്രില്യൻ പെർഫോമൻസ് തന്നെയാണ്. അവരുടെ ആ ഒരു ലെവൽ, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആ ഒരു ലെവൽ അവർ ഈ പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഇനി ഞാൻ നേരത്തെ ക്രൂവിൻ്റെ പേരെടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. ഇതിലെ തിരക്കഥ പോലും, ഇത് തിരക്കഥ, ഇതിൻ്റെ DOP കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക്, കാരണം ഇതൊരു ഫ്ലോയിൽ പോകുന്നുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ വളരെ ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ ഒരു സിനിമയെക്കുറിച്ച് കുറച്ചും കൂടി പറഞ്ഞാൽ ഇതിൽ 3 പ്രണയവും അതുകൊണ്ടുണ്ടാകുന്ന ആ 3 പേരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, ആഫ്റ്റർ സെക്സ് എങ്ങനെ വേണോ പറയാം, അതാണ്. ഇപ്പോൾ ഷെയ്ൻ മഹിമ, അതായത് സിബി ശോശ, പിന്നെ ബാബുരാജ് രമ്യ, ബേബി, അദ്ദേഹം പ്രണയിക്കുന്ന കുട്ടി, പിന്നെ ഒരു പ്രണയം, ഈ 3 പ്രണയങ്ങളാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അവരും ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ 3 പ്രണയം സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിനിമയിൽ ത്രൂ ഔട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ സിനിമയെ പറ്റി ഇതിനെ നമുക്ക് എങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ഫൺ ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. ഫാമിലിയായിട്ട് പോയി കാണണം. കാരണം ഈ സിനിമ സംസാരിക്കുന്ന 3 പ്രണയങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രണയങ്ങൾ തന്നെയാണ്. സോ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്കും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും എന്ന് ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ പറയുന്നത്. ഇത് എന്തായാലും ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ പോകണം, അല്ലെങ്കിൽ വിശ്വാസത്തോടെയാണ് ഞാൻ പറയുന്നത്. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം, ഒരിക്കലും ഈ ഫിലിം മിസ് ചെയ്യരുത്.
പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഈ സിനിമ നമ്മുടെ ഗൾഫ് കൺട്രീസിൽ നിരോധിച്ചു എന്നറിയുന്നത് ഒരു വിഷമമായ കാര്യമാണ്. കാരണം ഈ സിനിമ കാരണം ഇത് സംസാരിക്കുന്ന വിഷയങ്ങളും അത്രയും ഒരു നിരോധിക്കത്തക്കവണ്ണമായിട്ട് എനിക്ക് തോന്നിയില്ല. സോ എന്തായാലും ഈ സിനിമ നിങ്ങളൊക്കെ കാണുക, നിങ്ങളുടെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ ഷെയർ ചെയ്യുക ആ ടീമിനോടും ഈ ചാനലിലും. സോ ഇത്ര നേരം കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. അതായത് ഞാൻ ഈ കാണുന്ന സിനിമകളുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഡു വാച്ച് ദ ഫിലിം. അതുപോലെ തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി and always keep smiling. Thank you so much.